മാറ്റിയിരിക്കും പോടെ കിട്ടാന്നല്ലേ ഒറ്റ മൈൻഡിൽ ഒരു ഷോപ്പിങ്ങിന് പോവാ. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അന്ന് ഇന്ന് എന്നൊരു വികാരമാണല്ലോ. നേരെ എന്റെ വീട്ടിലേക്ക് ഇട്ട് കാച്ചിട്ടോ. അവിടെ എന്റെ പപ്പന്റെ ഷർട്ട് അടിച്ചു മാറ്റാൻ പോവാണ്. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കണം കേട്ടോ. പപ്പന്റെ ഷർട്ടിന്റെ അളവ് എടുക്കാൻ വേണ്ടിട്ട് ഷർട്ട് പൊക്കാൻ പോയതാണ്. പിന്നെ എന്റെ പൊന്നാരും മാക്കും അനിയനും ടാറ്റ കൊടുത്തിട്ട് നമ്മൾ തറവാട്ടിക്ക് പോകണേ. വേറെ കിട്ടില്ല, നമ്മള് കോഴിക്കോട് പോയാലേ നമുക്ക് മനസ്സമാധാനം ഉണ്ടല്ലേ. അവിടെ പോയപ്പോ ഹലാക്കിന്റെ തിരക്കൂട്ട്. ഈ വെയിലും കൊണ്ട് നടന്നപ്പോ എന്റെ ഗ്ലാമർ പോയിച്ചിട്ട് കൊട നൈസായിട്ട് എടുത്ത് അത് പിടിച്ചിട്ടാണ് പോലെ. പിന്നെ അസുട്ടിക്ക് ഡ്രസ് എടുക്കാൻ വേണ്ടി നമ്മളൊരു ഷോപ്പിൽ പോയി. ഈ ഒരു ഐറ്റം കണ്ടപ്പോ പിന്നെ ഇത് മാത്രം എന്റെ കണ്ണിൽ പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. വേറെ എത്ര കാണിച്ചിട്ടുണ്ടോ എന്റെ കണ്ണ് അതിലേക്ക് തന്നെ പോടെ. പിന്നെ അതങ്ങോട്ട് പർച്ചേസ് ചെയ്ത് ഉമ്മാക്ക് കുറച്ച് ഐറ്റംസ് എടുത്ത് നമ്മൾ നേരെ കസവ് പോയി ഒന്ന് ത്രെഡ് ചെയ്ത് സുന്ദരിയാണ്. പെരുന്നാളൊക്കെ വരുന്നത്, വലിയ സുന്ദരം ഇല്ലെങ്കിലും എന്നാലും ഒന്ന് മെയിൻ ആവണല്ലോ. അത് കഴിഞ്ഞ് എന്റെ പപ്പക്ക് വേണ്ടിയിട്ടുള്ള ഷർട്ട് എടുത്ത് ഇങ്ങനെ കുറെ എടുത്തപ്പോ ആകെ കൺഫ്യൂഷൻ ആയി. അങ്ങനെ എന്തായാലും ഓട്ടോന്റെ ഈ ഒരു ബ്ലൂ കണ്ടപ്പോ അവിടെ ലൈക്കായി, അതങ്ങോട്ട് എടുത്തിട്ടോ. എന്തായാലും അതൊക്കെ എടുത്ത് ഒറ്റ മൈൻഡിൽ യാത്ര ചെയ്തിട്ട് പോവാണ്. പിന്നെ ഹസ്ബൻഡിന്റെ ഡ്രസ്സ് എന്തായാലും ഇട്ടോക്കിയപ്പോ എനിക്ക് എന്തായാലും ഇഷ്ടമായി. അപ്പൊ ഇതാണ് കേട്ടോ ഓന്റെ ഔട്ട്ഫിറ്റ് വരുന്നത്. എന്റെ പപ്പന്റെ ഐറ്റംസ് ഒക്കെ കൊണ്ടുകൊടുക്കാൻ വേണ്ടിട്ട് ആളെടുത്തൊക്കെ പോണ സീനാണ് ഇപ്പൊ പെരുന്നാൾ കൂടി. ഞമ്മളിപ്പാരും കുറെ കാലം ഞമ്മക്ക് വേണ്ടിട്ട് എടുത്തന്നില്ലേ. ഇനി നമ്മളെ കൈ കൊണ്ട് എന്തെങ്കിലും അവർക്ക് എടുത്തോട്ടെ. അവരെ മുഖത്ത് കാണാൻ ആ ഒരു സന്തോഷമില്ലേ, അത് വേറെ തന്നെയല്ലേ കാണാൻ വേണ്ടിട്ട്. അവർക്ക് എടുക്കാൻ ക്യാഷ് ഇല്ലാത്തോണ്ടല്ലേ. പക്ഷെ നമ്മുടെ മക്കളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കുഞ്ഞു സമ്മാനം കിട്ടുമ്പോൾ അവരെ മുഖത്തിന്റെ ആ ഒരു ഹാപ്പിനെസ് ഇല്ലേ, അത് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ എന്തായാലും എന്റെ പപ്പ ഹാപ്പി ആയി. അപ്പൊ അടുത്തൊരു വീഡിയോ ബൈ.